ഇപ്പോഴുള്ള ഈ തലമുറ ഉണ്ടല്ലോ, വളർന്നു വരുന്ന പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒരു 10ാം ക്ലാസ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എവിടെ എത്തിയിട്ടില്ല. 10ാം ക്ലാസ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എവിടെ എത്തിയിട്ടില്ല. അവിടുന്ന് പഠിക്കാനാണെങ്കിൽ പിന്നീട് ഒരുപാട് പഠിക്കാനുണ്ട്. അതല്ല, ജീവിക്കാനാണെങ്കിൽ ഒരുപാട് കാലം ഇനിയും ജീവിക്കാൻ ഈശ്വര സഹായത്തിൽ ആയുസ്സുണ്ടെങ്കിൽ ജീവിക്കാനും ഉണ്ട്. അതിൻ്റെ ഇടയിൽ വിദ്യാഭ്യാസം മാത്രമൊന്നുമല്ല പഠിപ്പ്, മാതാപിതാക്കളിൽ നിന്നും കുറേ പഠിക്കാനുണ്ട്. മാതാപിതാക്കൾ ചില ഉപദേശങ്ങൾ നൽകുന്നതും ചിലപ്പോൾ ചൂടാവുന്നതും അതിൽ നിന്നും ഒരുപാട് കാര്യം പഠിക്കാനുണ്ട്. അതവർ പഠിച്ചതിന് ശേഷം അവരുടെ തലമുറകൾക്കും ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ന്യൂനത കാണുമ്പോഴും പ്രയാസം കാണുമ്പോഴും അവർ കാണിക്കുന്ന സ്വഭാവം കാണുമ്പോഴും ഇവരുടെ മാതാപിതാക്കൾ ഉപദേശിച്ച പോലെ ഉപദേശിക്കാനുമുണ്ട്. ഇതൊക്കെ പഠിച്ചുണ്ടാക്കണമല്ലോ. ഈ ദുനിയാവ്, ഈ ലോകം എന്ന് പറയുന്നത് ഒരു വിദ്യാലയം തന്നെയാണ്. അത് പഠിക്കുക എന്നുള്ളത് നിർബന്ധമായൊരു കാര്യമാണ്. ഏതെങ്കിലും കാര്യങ്ങൾ അതൊരു ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്, ടെൻഷൻ ഉണ്ടാക്കുകയാണ്, സമാധാനക്കുറവാണ് എന്നൊക്കെ തോന്നിക്കഴിഞ്ഞിട്ട് ആ ഫീൽഡ് വിട്ടാൽ ആ അറിവ് എവിടുന്ന് കിട്ടും? ഇപ്പോൾ പെൺകുട്ടികൾ ചെയ്യുന്നത്, ആൺകുട്ടികൾ ചെയ്യുന്നതും മാതാപിതാക്കൾക്ക് ഇവരെ മുല കൊടുത്ത് വളർത്തി പിച്ച വെപ്പിച്ച് വിദ്യാഭ്യാസത്തിന് ചേർത്ത് അവർക്ക് ഭക്ഷണം കൊടുത്ത് ബാഗ് വാങ്ങി അവരെ നോക്കാൻ വേണ്ടി, അവരെ വളർത്തിയെടുക്കാൻ വേണ്ടി, അവരെ ഭാവിക്ക് വേണ്ടി എത്ര സ്ട്രെയിൻ ചെയ്യുന്നുണ്ട് മാതാപിതാക്കൾ, എത്ര ജോലി ചെയ്യുന്നുണ്ട്, എത്ര ചിന്തിക്കുന്നുണ്ട്, എത്ര ടെൻഷൻ അടിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇവർ കുരുത്തക്കേട് കളിച്ച് നടക്കുകയോ 24 മണിക്കൂർ ഞോണ്ടി മൊബൈലിലിരിക്കുകയോ പഠിക്കാതിരിക്കുകയോ വാങ്ങിക്കൊടുത്ത പുസ്തകം പല ഭാഗത്തു എറിഞ്ഞ് അവർക്ക് തോന്നിയ പോലെ നടക്കുക ചെയ്യുമ്പോൾ ഉപദേശിക്കും, വഴക്ക് പറയും, ചിലപ്പോൾ തല്ലിയത് വരും. അതൊക്കെ ജീവിക്കാൻ ബുദ്ധിമുട്ടായി വരികയാണ്. മാതാപിതാക്കൾ ശല്യപ്പെടുത്തുകയാണ്. കുടുംബത്തിൽ സമാധാനമില്ല എന്നൊക്കെ പറഞ്ഞ് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടികളൊക്കെ ബോംബെ, അവർ ഡൽഹിയിലും അന്യരാജ്യങ്ങളിലേക്ക് പോയിട്ട് അവിടെ നിന്ന് ഏത് സമാധാനം, ഏത് സന്തോഷം ഉണ്ടാക്കാനാണ്? എത്ര കാലം വരെ കയ്യിൽ കായുണ്ടാവും? അതുമാത്രമൊന്നുമല്ല, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഏത് സമയത്തും എവിടെ വെച്ചും നല്ല തണ്ടും കരുത്തുള്ള മനുഷ്യന്മാർക്ക് പോലും സുരക്ഷിതമല്ലാത്ത രാജ്യത്ത് ഈ ചെറിയ പെൺകുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും? ഒന്നാമത് സ്ത്രീകൾക്ക് സ്ത്രീകളുടെ ശരീരത്തെക്കുറിച്ച് ഒരു അറിവുമില്ല. അവരുടെ ഉള്ളിൽ തോന്നുന്ന തോന്നലുകളും അവർക്കുണ്ടാകുന്ന അനുഭവങ്ങൾക്കും വേണ്ടിയിട്ട് വിലയിരുത്തി അതിൽ നിന്ന് അവരുടേതായ ഒരു ചിന്തയുണ്ടാക്കി എല്ലാം തള്ളിപ്പറഞ്ഞ് എല്ലാവരെയും ചവിട്ടി പുറത്താക്കി ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ കിട്ടിയ ഡ്രസ്സും കയ്യിൽ കിടക്കുന്ന വളയോ വാച്ചോ അതും ആയിട്ട് മുങ്ങണം. എവിടേക്കാണ് ഇവർ പോകുന്നത്? പിടിക്കപ്പെടുന്നതൊക്കെ പിടിക്കപ്പെടാതായി കിട്ടാതായി കഴിഞ്ഞാൽ ഏതെങ്കിലും കട്ടറിലൊക്കെ ശവം പൊന്തുകയുള്ളൂ. ജീവിതം അതോടെ പോവില്ലേ? എത്ര ഉപദേശിച്ചാലും എത്ര വഴക്ക് പറഞ്ഞാലും എത്ര എന്തെല്ലാം പറഞ്ഞാലും മാതാപിതാക്കൾ കൊടുക്കുന്നൊരു സുരക്ഷിതത്വം, സ്വന്തം രാജ്യം കൊടുക്കുന്നൊരു സുരക്ഷിതത്വം അന്യരാജ്യങ്ങളിൽ ഇന്ത്യയിലുണ്ടാകും. ഒന്നാമത് ഈ മൊബൈലാണ് ഇന്നത്തെ കാലത്ത് ഈ ഇൻസ്റ്റാഗ്രാമും കാര്യങ്ങളും തുടങ്ങി ഇന്ന് പെൺകുട്ടികളെ മുഴുവൻ വല്ലവരും കൊണ്ടുവന്ന്